ഗൈസ് നമ്മൾ ബക്കറ്റിന് നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ടാങ്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, നല്ല സെറ്റായിട്ട് വെക്കണം. എന്ത് കല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ സെറ്റാക്കിയിട്ട് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം നിറക്കാം. വേറെ പൈപ്പ്. ഓക്കെ, വെള്ളം നിറക്കാം. ഓക്കെ, പൈപ്പിൽ വെള്ളം നിറക്കാം. ഒന്ന് കഴുകി കൊടുക്കാം. പെയിൻ്റൊക്കെ അടിച്ചാണ് ജസ്റ്റ് നേരെ അടിച്ചിട്ട് ഇതൊന്ന് കഴുകി. ഇതൊന്ന് വെള്ളം നിറയും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നിറയും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഇടുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇതിനുള്ളിലേക്ക് ബേബി ജെല്ലി എന്ന ഈ സാധനം ഉണ്ടല്ലോ ഇത് ഇട്ട് കൊടുക്കാണ്. ഓക്കെ, നോക്കണ്ടാവും. നോക്കാം, സീനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ പൊടിയാണ്. ഓക്കെ, പൊടി നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും. തൊട്ടു നമ്മളിതൊന്ന് സെറ്റാകും വരെ കാത്തിരിക്കും. അതിൻ്റെ അടിയൊന്ന് ഇതുപോലെ ലെവലാക്കി കൊടുക്കാം. പൊടി നല്ല രീതിക്കുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത സാധനം ഇങ്ങനത്തെ കല്ലുണ്ടല്ലോ, ഇത് പൊയ്യെന്നൊക്കെ കിട്ടുന്നത്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതൊരു വാട്ടർ പ്ലാന്റ് ആണ്. കണ്ട, ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇതാവുന്നൊന്നും അറിയില്ല. അതിന് കുറച്ച് കല്ലുകളെടുത്ത് ഇട്ടാൽ പിന്നെ മണ്ണ് ഇതായില്ല. ഓക്കെ, അതുകൊണ്ട് കുറച്ച് കല്ലുകളെടുത്തിൻ്റെ സൈഡിലൊക്കെ കല്ലുകൾ ഇടാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഈ മീനിൻ്റെ വല ഉണ്ടല്ലോ, വലയിൽ ഇതിൻ്റെ പൊടിയും കാര്യങ്ങളും എടുക്കുക. ഇത് മറ്റേ ഇതിൻ്റെ നമ്മുടെ ഇലയുടെയൊക്കെ പീസായിരിക്കും. മണ്ണിൽ നടുമ്പോൾ അതിലുണ്ടാകുന്നത് വെള്ളത്തിൽ വെക്കുമ്പോൾ അത് പൊങ്ങിയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അതിന് നമുക്ക് ഇതുപോലത്തെ ചിപ്പി ഉണ്ടല്ലോ, ചിപ്പി ഓരോന്ന് വെച്ചോക്കെ. ഇത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു ചിപ്പി അങ്ങോട്ടും ചിപ്പി എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നു ഇതാണ് സാധനം. അത്യാവശ്യം വലിയ ചിപ്പി തന്നെയാണ്. നല്ല ചിപ്പികൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ അടുത്ത പണി നമ്മൾ കുറച്ച് പ്ലാന്റ്സും പിന്നെ ഫിഷൊക്കെ ഇടണം. നമുക്ക് അതിലേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ഓവർഫ്ലോ സെറ്റ് ആക്കണം. അതിന് വേണ്ടി ചെറിയ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ട, ഇവിടെ നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ നമ്മൾ ഒരു നെറ്റിന് ഡബിളായിട്ട് കിട്ടുന്ന പോലെ മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, റബ്ബർ ബാൻഡ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റബ്ബർ ബാൻഡ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീനും കാര്യങ്ങളൊന്നും പോവാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ വല ഇടുന്നത് അതിനുവേണ്ടിയാണ്. ഓക്കെ, റബ്ബർ ബാൻഡ് ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വള്ളിയിട്ടും സെറ്റാക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റാക്കി സെറ്റ് ഒന്നും കൂടി ഇട്ടെടുത്താൽ നല്ല ടൈറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് പ്രസ്സാക്കിയിട്ട് ഇറക്കി വെക്കാം. അത്യാവശ്യം സെറ്റാക്കിയിട്ട് കുറച്ച് ഉള്ളിലേക്ക് തള്ളി വെക്കാം. ഒരു റബ്ബർ ബാൻഡ് ഊരി. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റാക്കാം.
അതിന് നമുക്ക് കുറച്ച് ഫോക്സ് ടെയിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അല്ല ഫോക്സ് ടെയിൽ ഒന്ന് നമ്മൾ അടിയിൽ കല്ല് വെച്ചൊന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, അത് ഒന്ന് വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. ഒരു കല്ലെടുത്തിട്ട് നമ്മളാണ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് പൊങ്ങി നിൽക്കും. ഓക്കെ, ഫോക്സ് ടെയിൽ വളരെ കുറച്ചത് സ്പ്രെഡ് ആയിക്കോളും. നമ്മളുടെ മെയിൻ താരമായ നമ്മുടെ അസോളയാണ്. ഓക്കെ, ഇത് കട്ട അസോളയാണ്. ഇത് നോക്കിയിലേക്ക് ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലൊരു ഫോക്സ് ടെയിൽ ഉണ്ട്, കാണിച്ചു തരാം. അസോളയിൽ അത് ഞാൻ വെറുതെ ഇട്ടാണ്, ചെറിയൊരു പീസ് ഇട്ടാണ്. ഇപ്പം നല്ല സ്പ്രെഡായിട്ട് നമ്മുടെ അസോള നമ്മുടെ മീനിൻ്റെ വലയിൽ പിടിക്കാനല്ല എടുക്കാം. ഇത്ര സോള ഇവിടെയാണ്. നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ഫോക്സ് ടെയിലും കൂടെ ഉണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ നമ്മൾ മീത്ത കൊണ്ടുവന്നാണ്. ഇതിൽ ഇട്ട് കൊടുക്കാം. പൊട്ടേ ഒക്കെ സെറ്റായി. ഇപ്പോൾ നമ്മൾ അസോള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ സാധനമായ ഗപ്പി. ഓക്കെ, ഗപ്പിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ആഫ്രിക്കൻ പായലും വാട്ടർ ക്യാബേജും കൂടെയാണ്. അപ്പോൾ നമുക്ക് അതെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ വാട്ടർ ക്യാബേജ് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഇത് ആഫ്രിക്കൻ പായലൊന്നും അതിനൊന്നും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ആഫ്രിക്കൻ പായലിൻ്റെ കുഞ്ഞി വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്തരം സാധനങ്ങളാണ് നമ്മൾ ഇടുന്നത്. വാട്ടർ ക്യാബേജ് എന്നും നമുക്ക് ഇടാം. പിന്നെ ഓക്കെ, നമുക്ക് നമ്മളെ സാധനം മീൻ ഇട്ട് കൊടുക്കാം. മീനപ്പോൾ നമ്മൾ കൊണ്ടുവരാണ്. മീൻ നമുക്ക് കാണിച്ചു തരാം. അതായത് മീനിലേക്ക് ഇടുന്നത് നമ്മുടെ വേറെ ആരും അല്ല, നമ്മളുടെ ആശീർവാദമാണ്. അതായത് എൻ്റെ അനിയനാണ്. ഓക്കെ, നമുക്ക് അവനെ ക്ഷണിക്കാം. ഇതാണ് നമ്മുടെ മീൻ. പേരൊന്നും അറിയില്ല, ഇത് ഗപ്പിയാണ്. ഓക്കെ, പേരൊന്നും അറിയില്ല, ഏതോ ഒരു ഗപ്പി. കണ്ടോ, 3 2 ഫീമെയിലും 1 മെയിലുമാണ്. ഓക്കെ, സെറ്റാക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അനിയനെ ഇടാൻ പോവുകയാണ്. ഓക്കെ, അനിയനെ അങ്ങനെയാണ് മീനെ ഒന്ന് പോയിന്ന് തോന്നുന്നു. ഇല്ല, ഇങ്ങനെ ഇടാൻ പോവുകയാണ്. ഓക്കെ, സെറ്റായി. ഓക്കെ, മീൻ പോയിരിക്കുകയാണ് ഗൈസ്. എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഇപ്പോൾ ഒന്നിനും കാണുന്നില്ല. ഒന്ന് കണ്ട ഇവിടെ പോയി. ക്യാമറയിൽ കിട്ടുന്നില്ല. ഓക്കെ, ആക്റ്റീവ് അല്ല ഇപ്പോൾ, കാരണം ഇപ്പോൾ ഇട്ടത്രയല്ലോ. കണ്ട അതിലെല്ലോ പോകുന്നുണ്ട്. ഇതിലെല്ലാം പോകുന്നുണ്ട്. ഓക്കെ, ഇല്ലതുണ്ട്, അതായാലും പോകുന്നുണ്ട്. കണ്ട ഓക്കെ, ടാങ്ക് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഈ ബക്കറ്റിൽ നമ്മൾ ആക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, കാണിച്ചു തരാം. അതിന് നമ്മൾ സിമെൻ്റൊക്കെ ഇട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കാണിക്കാൻ പറ്റുമോ? ഇവിടെ പോയി ഹോൾ എവിടെ പോയി? ഓക്കെ, ഇവിടെ എവിടെയോ ഉണ്ട്. കാണിച്ചു ഇവിടെ ഉണ്ട് ഒരു ഹോൾ. ഇത് നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മൾ ആക്കിയതാണ്. പിന്നെ നമ്മൾ ഒന്നും കൂടി ഇടുകയാണ് നമ്മുടെ ഇത്. ഓക്കെ, നമ്മുടെ ടാങ്ക് ഇപ്പോൾ വലിയ ക്ലിയർ ഇല്ല, കാരണം വേറെ ഒന്നുമില്ല, ഇത് ഇതൊക്കെ ഇട്ടല്ലേ, അതുകൊണ്ടാണ്. നമ്മളൊരു മഴയൊക്കെ പെയ്തതിന് ശേഷം നല്ല ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ വിടുമ്പോൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.